ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇതിപ്പോൾ എന്താ ഈ നട്ട പാതിരാത്രിക്ക് ചേച്ചി ഒരു പൊതിച്ചോറൊക്കെ ഇട്ടെന്ന് ആരും ചിന്തിക്കണ്ട. എനിക്ക് രാത്രി ആയപ്പോഴത്തേക്ക് ഗൈസ് 12 മണി സമയം ആയതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ 12:51 ഇതിൻ്റെ ഓഡിയോ റെക്കോർഡ് പറയുമ്പം വീഡിയോ എടുത്തത് 12 മണിക്ക്. ഈ 12 മണിക്ക് നട്ട പാതിരാത്രിക്ക് എനിക്ക് പ്രത്യേകിച്ചൊരു കൊതി. അതായത് 11:30ക്ക് തുടങ്ങിയതാണ് രാത്രി. മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതൊക്കെ ആയി വന്നപ്പോഴത്തേക്കും കുഞ്ചു പൊരിച്ചപ്പോഴത്തേക്കും 12 മണിയായി. അപ്പം 12 മണി സമയത്ത് വാഴയിലക്കകത്ത് ഇതുപോലെ ചോറ് പൊതിഞ്ഞ് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതിച്ചോറിൻ്റെ കൊതി. നാളത്തേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വാഴയിലൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചതാണ്. പക്ഷേ നാളെ ഉച്ച വരെ കാത്തിരിക്കാനുള്ള ആ ഒരു ക്ഷമയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നട്ട പാതിരാത്രിക്ക് ഇത് തിന്നണം. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഈ വട്ടം നാട്ടിൽ വന്നിട്ട് പോയപ്പം തിരിച്ച് ട്രെയിനിൽ പോയപ്പം കൊണ്ടുപോയത് അറിയാലോ, ഇന്ത്യക്കുള്ള ഫ്ലൈറ്റ്സിൻ്റെ ഒക്കെ കാര്യത്തിനതൊക്കെ ഫുൾ ക്യാൻസലേഷൻ ആയതുകൊണ്ട് തിരിച്ച് ട്രെയിനിലാണ് പോയത്. അപ്പം ട്രെയിനിൽ പോയപ്പോഴത്തേക്കും പൊതിച്ചോറാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ പൊതിച്ചോറ് സാധാ ബിരിയാണിയാണ് കേട്ടോ മേടിക്കുന്നത് ഇവിടുന്ന്. അപ്പം ബിരിയാണിക്ക് പകരം ഇവിടെ ഒരു പൊതിച്ചോറൊക്കെ ആക്കാം, മീൻ പൊരിച്ചൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പം തൊട്ട് തന്നെ ഈ വാഴയിലയും പൊതിച്ചോറും നമ്മുടെ ഈ ഉരുട്ടിയെടുത്ത ചമ്മന്തിയൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചു പോയി. ഈ നൊസ്റ്റു കൊണ്ട് എനിക്കിപ്പോൾ ഇവിടുത്തെ എന്ത് റൈസ് തിന്നാലും എന്ത് തിന്നാലും എനിക്ക് ഈ വാഴയിലയും ചോറും തന്നെ വേണമെന്നായി. ഇവിടെ അങ്ങ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഈ ഉരുട്ടിയ ചമ്മന്തി പോലത്തെ ഒന്നുമല്ല. ഇവിടുത്തെ ചമ്മന്തി പറയുമ്പം ഇവിടെ ചമ്മന്തിയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ. അതായത് കലക്ക് ചമ്മന്തിയല്ല. ഈ നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പോലും പല ടൈപ്പിലെ റൈസാണ് മേടിക്കുന്നത്. വെറൈറ്റി റൈസ്, എന്തെങ്കിലും പുതിന റൈസോ പിസിബെല്ല ഭാത്തോ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ മണ്ടയിലും ഈ ചമ്മന്തി വാരിക്കോരി ഒഴിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ വെറും സാധാരണ അരച്ച ഒരു കല്ലി അരച്ച ചമ്മന്തിയും അതിൻ്റെ കൂടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അച്ചാർ, ഏതെങ്കിലും ഒരു അച്ചാർ, അത് രണ്ടും മാത്രം ചൂട് ചോറിൻ്റെ മണ്ടയിട്ടാൽ എൻ്റെ പൊന്നോ എന്തൊരു ഫീലാണ്, എന്തോ ടേസ്റ്റാണ്. ഇതൊക്കെ ഇവിടെ സത്യം പറഞ്ഞാൽ മിസ്സിങ് ആണ്. ഇതൊന്നും ചൈൽഡ്ഹുഡിനകത്ത് ഇത്രയും കിട്ടാതെ പോയ നഷ്ടമായിപ്പോയി. അപ്പോൾ എൻ്റെ നട്ടപ്പാതിരാത്രിയുടെ ക്രേവിങ്സ് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ മമ്മിയുടെ വക ഭയങ്കര സ്നേഹമായിട്ട് ഉണ്ടാക്കി തന്ന് ഈ ഒരു പൊതിച്ചോറിനകത്ത് ആകപ്പാടെ ഉള്ളത് നമ്മുടെ സിമ്പിളായ നമ്മുടെ മുട്ടച്ചേട്ടൻ, നമ്മുടെ മുട്ട പൊരിച്ച ചേട്ടൻ, പിന്നെ അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ചേട്ടൻ, പിന്നെ നമ്മുടെ സുന്ദര കൊഞ്ച്. എനിക്ക് ഭയങ്കര കൊഞ്ചിൻ്റെ പ്രാന്താണ് കേട്ടോ. അപ്പം കൊഞ്ച് വറുത്തതുണ്ട്. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് വെച്ച കൊഞ്ച് കറിയുടെ കുറച്ച് ചാറും ഒരു 2-3 കഷ്ണം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം ചമ്മന്തി, കടയിൽ നിന്ന് മേടിച്ച നാരങ്ങ അച്ചാർ. അപ്പം തന്നെ സമയം രാത്രി 1 മണിയാണ്. നട്ട പാതിരാത്രിക്ക് 1 മണി. ഈ സമയത്ത് എന്താ പറയുക വീഡിയോ ഇടുന്നത് എന്നെ ഇവിടെ ഭയങ്കര കളിയാക്കലാണ് ഗൈസ്. അത് മറ്റൊന്നുമല്ല, നാളെ എന്നെയൊക്കെ കെട്ടിച്ച് വിട്ട് ഞാനൊക്കെ ഒരു പ്രഗ്നൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഈ രാത്രത്തെയും നട്ട പാതിരാത്രി സമയമില്ലാത്ത അസമയത്തൊക്കെ ഉള്ള രീതിയിൽ ഈ ഊള ക്രേവിങ്സിന് എൻ്റെ വീട്ടുകാരും എന്നെ കെട്ടിച്ചുകൊണ്ട് പോകുന്ന വീട്ടുകാരും എല്ലാം എന്തൊക്കെയായിരിക്കും പാടുപെടുന്ന ആലോചിച്ചുള്ള ഒരു ഭയങ്കര കളിയാക്കുന്നത്. എനിക്ക് തന്നെ ഒരു ഡൗട്ട്, സത്യത്തിൽ എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ നട്ട പാതിരാത്രിയിലെ ഊള ക്രേവിങ്സ് ഒക്കെ ഉള്ളത്? നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? എനിക്ക് തന്നെ ഇപ്പോൾ വീഡിയോസ് ചെയ്തിട്ട് തന്നെ കുറേ നാളായെന്ന് തോന്നുന്നു. അതായത് ഇഷ്ടം പോലെ ദിവസമായി. അപ്പോൾ ഞാൻ സീരിയൽ വീഡിയോ ഒക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പറഞ്ഞു, അതും പറയാൻ പറ്റിയില്ല. ഞാൻ പക്കാ പ്രോമിസ് എന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ വിമൻ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ആർത്തവം, ആർത്തവിരാമം, പിന്നെ അതുപോലെ തന്നെ പെരിമെനോപോസ്. ഈ ആർത്തവിരാമത്തിന് തൊട്ട് മുന്നേ വരുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച്, ഇതിൻ്റെ സമയത്തുള്ള ഹെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നിങ്ങളുടെ സ്ട്രെസ്സ് എങ്ങനെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം, ആ സമയത്തിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഓരോരോ സിംറ്റംസ് അതെന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് തരാമെന്നും ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് എങ്ങനെ മുന്നോട്ടേക്ക് കടന്നു പോകാമെന്നൊക്കെ വന്നിട്ട് ഒരു 1-to-1 സെഷനൊക്കെ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. സമയം മാനേജ് ചെയ്യുന്ന കാര്യത്തിനകത്ത് ഞാൻ വളരെ ഏകദേശം ഒരു ഹാഫ് ആൻഡ് ബിഗ് സീറോ തന്നെയാണ്. അതുകൊണ്ടാണ്. പക്ഷേ ഇനി എന്തായാലും നോക്കാം. അപ്പോൾ ഇപ്പം എന്നെ കളിയാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഒരു വാശി തന്നെ വന്നത്. കാരണം നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയണ്ടേ, ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും അതിനകത്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇടൂ. ബൈ ബൈ.